പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കിലെ റെയ്ഡ് തടസ്സപ്പെടുത്തിയതിന് മമതയ്ക്കെതിരെ 17 കേസുകളുണ്ടെന്ന് ഇഡി കോടതി നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കേസുകൾ CBI അന്വേഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മമതയ്ക്കെതിരെയും ഇഡിയും BJPയും ഒക്കെ ചേർന്ന് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം വലിയ രൂപത്തിൽ മാറുകയാണ്. വലിയൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മമതയ്ക്കെതിരെ മാത്രമല്ല, മമതയുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും, അതായത് DGPക്കും കൊൽക്കത്ത കമ്മീഷണർക്കുമെതിരെ അടക്കമാണ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റിട്ട് ഹർജി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ED അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അത് ഹൈക്കോടതി മാറ്റിവെക്കാനുണ്ടായത്. അതേ തുടർന്നാണ് ED സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയെ സമീപിക്കുക മാത്രമല്ല, ഇപ്പോൾ റിട്ട് ഹർജി പ്രകാരം 17 കേസുകൾ, അതായത് തെളിവ് നശിപ്പിക്കൽ, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തലടക്കം ഭാരതീയ ന്യായ സംഹിത പ്രകാരം 17 കേസുകളിൽ CBI അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ED സുപ്രീം കോടതി റിട്ട് ഹർജി നൽകിയിട്ടുള്ളത്. ഇതിന് സമാനമായി തടസ്സ ഹർജി മമതാ ബാനർജിയും TMC നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ED നൽകിയിട്ടുള്ളത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, ED ആരോപിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ED ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി, തെളിവ് നശിപ്പിച്ചു. ഈ ഐപാക്കിലെ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ മുഴുവൻ മമത മോഷ്ടിച്ചു കൊണ്ടുപോയെന്നടക്കമുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 17 കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ ED ആരോപിക്കുന്നത്. ഇതിൽ CBI അന്വേഷണമാണ്. അതായത് ഇത്തരം കേസുകൾ സാധാരണഗതിയിൽ പോലീസാണ് അന്വേഷിക്കുക. നമുക്കറിയാം, തെളിവ് നശിപ്പിക്കലും ഈ മോഷണവും ഒക്കെ പോലീസാണ് അന്വേഷിക്കുക. പക്ഷേ ഇത്തരം കേസുകളെല്ലാം ഇത് മമതയായതുകൊണ്ടും കൊൽക്കത്ത പോലീസ് ആയതുകൊണ്ടും കൊൽക്കത്തയിലെ DGP ആയതുകൊണ്ടും ഇത് CBI അന്വേഷിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ED സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അത് റിട്ട് ഹർജിയായിട്ടാണ് നൽകിയിട്ടുള്ളത്. SKN. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.